ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു ടിപ്സാണ് കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ വെളുത്തുള്ളി വെച്ചിട്ട് ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോണത് എന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി, സബോള അതൊക്കെ തൊലി കളയാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയങ്ങളിൽ നമ്മുടെ കൈയൊക്കെ വേദനിക്കും. അപ്പോൾ അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചായയുടെ അരിപ്പുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ തൊലി കളയാന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണം, ആദ്യം ഇതിൻ്റെ ഇങ്ങനെ ഇതളുകളായിട്ട് നമ്മൾ ആദ്യം അതിങ്ങനെ അകറ്റി മാറ്റുക. അതായത് ഈ ഒരു ഓരോ ഇതളുകളായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിൽ എല്ലാതും ഇതളുകളായിട്ട് എടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വെളുത്തുള്ളി തൊലി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ ചില സമയങ്ങളിലൊക്കെ വേദനിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ടിപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകണമെന്നുള്ളത്, ഇപ്പോൾ നമ്മളിതൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കണ്ട, അപ്പോൾ അത് സിമ്പിളായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ പീസൊക്കെ അതിൽ നിന്ന് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ നുള്ളെടുക്കുമ്പോഴൊക്കെ നഖമൊക്കെ വേദനിക്കും. ഇപ്പോൾ അതല്ല. ഇനി നമ്മളെന്ത് ചെയ്യുക, ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തതിന് ശേഷം ഇതൊരു കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം. അതിന് ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള അരിപ്പ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചായയുടെ അരിപ്പയാണ്. ഈ അരിപ്പ വെച്ചിട്ട് ഈ വെളുത്തുള്ളിയുടെ മുകളിൽ ഇങ്ങനെ നല്ല ശക്തിയോടുകൂടെ ഒന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ ഇങ്ങനെ അടന്ന് കിട്ടും. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് മടിയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടെ. ഇനി നമുക്കത് നന്നായിട്ടിങ്ങനെ ഒരുപാട് ശക്തിയൊന്നും ഉപയോഗിക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ നമ്മളതിങ്ങനെ ആക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കൊട്ടി കൊടുക്കാം. അപ്പോൾ തന്നെ ഒരുവിധം തൊലിയൊക്കെ അടന്നിട്ട് പോന്നിട്ടുണ്ടാവും. ഇനി പോരാത്ത തൊലിയൊക്കെ നമുക്കിങ്ങനെ കൈയിട്ട് സിമ്പിളായിട്ട് അടന്നു പോരും. അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 1 കിലോനും 2 കിലോനും 3 കിലോനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തൊലി കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു ടിപ്പുമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.